പ്രൈസ് ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ടുഗദർ വിത്ത് ജീസസ് എന്ന ഈ പ്രോഗ്രാമിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഈ പ്രഭാതത്തിൽ ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. കർത്താവിലുള്ള സ്നേഹവും വന്ദനവും ഓരോ പ്രിയപ്പെട്ടവരെയും അറിയിക്കുകയാണ്. അനുദിനം കർത്താവ് എത്രയോ അത്ഭുതകരമായി നമ്മളെ ഓരോരുത്തരെയും നടത്തുന്നു. തിരിഞ്ഞ് ഒന്ന് നോക്കിയാൽ പ്രീസർ നമ്മൾ വന്ന വഴികൾ നമുക്ക് കാണാൻ പറ്റും. പ്രീസർ ഏത് പ്രതികൂല സമയത്താണെങ്കിലും, ജീവിതത്തിൽ കടന്നു പോകുന്ന ഏത് വേദനയുടെ സമയത്താണെങ്കിലും തിരിഞ്ഞൊന്ന് നോക്കിയാൽ പ്രീസർ കർത്താവ് ചെയ്ത ഒരു നന്മയൊന്നോർത്ത് കർത്താവിന് നന്ദി പറഞ്ഞാൽ. അപ്പോസ്തലനായ യോഹന്നാൻ പത്മോസ് ദ്വീപിലായിരുന്നപ്പോൾ നമ്മൾ 1-ാം അധ്യായത്തിൽ, വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുകയാണ്. പ്രൈസ് നോക്ക്, ഓൺ ദ ലോർഡ്സ് ഡേ ഹി വാസ് ഇൻ സ്പിരിറ്റ്. കർത്തൃ ദിവസത്തിൽ താൻ ആത്മാവിലായി. ചിലർ എഴുതി, ചില ട്രാൻസ്ലേഷൻ പറയുന്ന ആത്മവിവശതയിലായി എന്ന് പറയുകയാണ്. ഹി വാസ് ഇൻ സ്പിരിറ്റ്. കർത്തൃ ദിവസത്തിൽ താൻ തിരിഞ്ഞു നോക്കിയപ്പോൾ പ്രീസ്ല മാറത്ത് പൊൻകച്ച കെട്ടിവൻ, വെള്ളോടിന് സദൃശ്യമായ, താൻ അന്നുവരെ കണ്ടിട്ടില്ലാത്ത, ദർശിച്ചിട്ടില്ലാത്ത ഒരു കർത്താവിനെ ദർശിക്കുകയാണ്. നമ്മുടെ പ്രതിസന്ധിയുടെ സമയത്ത്, വേദനയുടെ സമയത്ത് ഒരിക്കലും നമ്മളെ വിട്ടിട്ട് പോകുന്ന കർത്താവല്ല. ആ കർത്താവിനെ ആ പ്രതിസന്ധിക്കകത്തും നമുക്ക് കാണാം. തള്ളാത്ത, ഉപേക്ഷിക്കാത്ത, ഈ ലോകത്തിൽ ആരെങ്കിലും നമ്മളെ തള്ളാത്ത, ഉപേക്ഷിക്കാത്ത ഉണ്ടെങ്കിൽ അത് നമ്മുടെ കർത്താവ് മാത്രമേ ഉള്ളൂ. മറ്റാരും കാണത്തില്ല. നമ്മുടെ വേദനയുടെ സമയത്ത് നമ്മൾ പറയാം, അവരെൻ്റെ കൂടെ ഉണ്ടായിരുന്നു, അവർക്ക് എവിടം വരെ നമ്മുടെ കൂടെ വരാൻ സാധിക്കും? അതൊന്ന് ചിന്തിച്ചേ. മാക്സിമം അവർക്ക് വരാൻ സാധിക്കുന്നത് നമ്മുടെ കല്ലറ വരെയാണ്, അല്ലേ? എന്നാൽ അതിൻ്റെ അപ്പുറവും നമ്മൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന, വീടൊരുക്കി, ഞാൻ നിങ്ങൾക്ക് വേണ്ടി വീട് ഒരുക്കാൻ പോകുന്നു, ആ വീടൊരുക്കി കാത്തിരിക്കുന്ന ഒരു കർത്താവുണ്ട്. ആ കർത്താവ് ഈ പ്രഭാതത്തിലും എന്നിൽ നിന്നും നമ്മൾ കർത്താവിൻ്റെ സന്നിധി വരും. വി എക്സ്പെക്ട് മെനി തിങ്സ്, അല്ലേ? കർത്താവ് അത് ചെയ്യണം, അത് ഇന്നത് ഫിക്സ് ചെയ്യണം, ഇന്ന വിഷയത്തിൽ വിടുതൽ വേണം, അല്ലേ? നമുക്ക് ഒരു ജീവിതത്തിൽ സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വർദ്ധിക്കണം, അങ്ങനെയൊക്കെ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ കർത്താവിൽ നിന്ന് ആഗ്രഹിക്കുന്നുണ്ട്, അല്ലേ? ബട്ട് ഗോഡ് ഈസ് ഓൾസോ എക്സ്പെക്ടിങ് മെനി തിങ്സ് ഫ്രം അസ്. എന്നിൽ നിന്നും നിങ്ങളിൽ നിന്നും അനേക കാര്യങ്ങൾ കർത്താവും പ്രതീക്ഷിക്കുന്നുണ്ട്. സോ ആ കർത്താവിൻ്റെ പ്രതീക്ഷയ്ക്കകത്ത് നമ്മൾ മുമ്പോട്ട് പോയാൽ നമ്മുടെ ജീവിതത്തിൽ ഒന്നിനും കുറവ് വരത്തില്ല. കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം ഓരോ ദൈവമക്കളെയും ഞാൻ അറിയിക്കുന്നു. ഇന്നത്തെ ചിന്തയ്ക്കായി നമുക്കൊരു വചനഭാഗം വായിക്കാം. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായത്തിന്റെ 15-16 വാക്യങ്ങൾ. ക്രിസ്തുവിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴട്ടെ. അതിനല്ലോ നിങ്ങൾ ഏക ശരീരമായി വിളിക്കപ്പെട്ടുമിരിക്കുന്നത്. നന്ദിയുള്ളവരായും ഇരിപ്പി. സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ പഠിപ്പിച്ചും ബുദ്ധി ഉപദേശിച്ചും നന്ദിയോടെ നിങ്ങളുടെ ഹൃദയത്തിൽ ദൈവത്തിന് പാടിയും ഇങ്ങനെ ക്രിസ്തുവിന്റെ വചനം ഐശ്വര്യമായി സകല ജ്ഞാനത്തോടും കൂടെ നിങ്ങളിൽ വസിക്കട്ടെ. ആമേ. ഇവിടെ പറഞ്ഞിരിക്കുക, ക്രിസ്തുവിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴട്ടെ. ആ സമാധാനം ഇന്നില്ലേ? ഈ ലോക സമാധാനം തരത്തില്ല. നോക്കിയാൽ എല്ലായിടത്തും പ്രശ്നങ്ങളും പ്രതികൂലങ്ങളുമാണ്. പക്ഷെ കർത്താവിലേക്ക് നോക്കിയാൽ ആ കർത്താവിന്റെ സമാധാനം നമ്മുടെ ഹൃദയങ്ങളിൽ വാഴും. ആ കർത്താവ് സമാധാനം തരാൻ ആഗ്രഹിക്കുക, നമ്മൾ സമാധാനം ഉണ്ടാക്കുന്നവരുമായിരിക്കും എന്ന് വചനം പറഞ്ഞിരിക്കുക. അപ്പൊ നമ്മള് സമാധാനം ഉണ്ടാക്കുന്നവരുമായിരിക്കണം. ആ ക്രിസ്തുവിന്റെ സമാധാനം നമ്മുടെ ഹൃദയങ്ങളിൽ വാഴുകയും ചെയ്യണം. ഇതൊരു ഓവർകോട്ട് നമ്മൾ ഇടുന്ന പോലെ നമ്മൾ ക്യാരി ചെയ്യേണ്ട, അല്ലേ? നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ധരിച്ച് ക്യാരി ചെയ്യേണ്ട ഒരു കാര്യമാണ് സമാധാനം. അതുപോലെ തന്നെ പറയാം, നന്ദിയുള്ളവരായി ഇരിപ്പി. കഴിഞ്ഞ കാലങ്ങളിൽ കർത്താവ് നടത്തിയ വിധങ്ങളെ ഓർത്ത് ചില പ്രതിസന്ധികളിലൂടെ ആയിരിക്കും ഇന്നും കടന്നു പോകുന്നത്. അന്ന് വന്നപ്പം പ്രാർത്ഥിച്ച വിഷയങ്ങളിൽ ചിലതിന് വിടുതൽ കിട്ടിക്കാണത്തില്ല ഇന്നും, പക്ഷെ വിടുതൽ കിട്ടാതെ ഇരിക്കത്തില്ല. ആ നന്ദിയുള്ളവരായിട്ടൊന്ന് ഇരുന്നേ. എന്നിട്ട് പറയാ, സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ പഠിപ്പിച്ചും ബുദ്ധി ഉപദേശിച്ചും. അപ്പം തമ്മിൽ സംസാരിക്കുമ്പോൾ പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും അല്ല പറയണ്ടേ, നമ്മളെ നടത്തിയ വഴികൾ നന്ദിയുള്ളവരായിരിക്കാൻ പറയുക. സങ്കീർത്തനങ്ങളും സ്തുതികളും ആ കർത്താവ് നടത്തിയ വിധങ്ങളും നോർച്ചിന് അവിടെയാണ് തമ്മിൽ പഠിപ്പിച്ചും എന്ന് പറയുമ്പം നമ്മൾ തമ്മിൽ സംസാരിക്കുമ്പം നമ്മുടെ ആത്മീയ വർധനയ്ക്ക് ഉളവാകുന്ന കാര്യങ്ങൾ നമ്മൾ തമ്മിൽ പറയണം. ഒരു മറ്റുള്ള ഒരാളെ ലിഫ്റ്റ് ചെയ്യുന്ന,
മറ്റൊരു വീണ് കിടക്കുന്ന ഒരു വ്യക്തിയെ കാണുമ്പോൾ പിടിച്ചെഴുന്നേൽപ്പിക്കുന്ന, അങ്ങനെ ഉത്സാഹിപ്പിക്കുന്ന, ഓ നിന്റെ കാര്യം ഇനി എവിടെ പോകാനാ, ഇനി തീർന്നു പോയാൽ, അങ്ങനെയല്ല. പ്രൈസ്, ഉത്സാഹിപ്പിക്കുന്ന, ഇതിൻ്റെ അകത്ത് കർത്താവുണ്ട്, കർത്താവ് പ്രവർത്തിക്കും, ഇതിൻ്റെ അകത്ത് ചില വഴികൾ തുറക്കും, അങ്ങനെ മറ്റുള്ളവരെ ഉത്സാഹിപ്പിക്കുന്ന. ഇവിടെ ആ വചനം എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് അപ്പോസ്തലനായ പൗലോസ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ പഠിപ്പിച്ചു. നമുക്ക് തമ്മി അങ്ങോട്ടും ഇങ്ങോട്ടും പ്രീസിലോ ഒരാടെ ഒരു വിഷയം കേൾക്കുമ്പോൾ അത് അപ്പുറത്ത് എന്ന് പറയാനല്ല പ്രീസിലോ, പക്ഷെ ഒരാടെ ഒരു പ്രയാസം വരുമ്പോൾ ഇല്ല, നമുക്ക് ഒന്നിച്ച് ആ ബ്രദറിന് വേണ്ടി പ്രാർത്ഥിക്കാം, ആ സിസ്റ്ററിന് വേണ്ടി പ്രാർത്ഥിക്കാം, ആ വീട് റിയലി ദാറ്റ് ഹോം നീഡ്സ് എ പ്രെയർ. ഇപ്പോൾ ആ വീട് ഇപ്പം നമ്മുടെ ദൈവമക്കളോട് എല്ലാവരോടും പറയാം, ഒരാളുടെ പ്രതിസന്ധിയിലാണ് അവരോട് ഏറ്റവും കൂടുതൽ ചേർന്ന് നിൽക്കുന്നത്. അവരുടെ കാര്യങ്ങളെല്ലാം ഭയങ്കര അടിപൊളിയായിട്ട് പോകുമ്പം, എല്ലാം ബെസ്റ്റായിട്ട് നടക്കുമ്പം നമുക്ക് ചേർന്ന് നിൽക്കാൻ പറ്റും. പക്ഷേ ആ പ്രതിസന്ധിക്കകത്ത് അവർ വീണ് കിടക്കുമ്പം ഒന്ന് ചേർന്ന് ഒരു പ്രാർത്ഥനാ സഹായം, ചിലപ്പം നമുക്ക് പൈസ കൊടുത്ത് സഹായിക്കാൻ പറ്റിയില്ലെന്ന് വരാം, പക്ഷെ ഒരു പ്രാർത്ഥിച്ച് നമുക്ക് സഹായിക്കാമല്ലോ. അവരെ ഒന്ന് എൻകറേജ് ചെയ്ത് ഉത്സാഹിപ്പിച്ച്, നിങ്ങൾ സമാധാനത്തോടെ ഒന്ന് ഇരുന്നേ, കർത്താവ് ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് ഒരു സമാധാനിപ്പിച്ച് അവരെ ഒന്ന് നമുക്കൊന്ന് ബിൽഡ് ചെയ്യാൻ. ഒരാളെ ബിൽഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഒരാളെ പൊളിക്കരുത് കേട്ടോ. ഒരാളെ നമുക്ക് പണിയാൻ സാധിച്ചില്ലെങ്കിലും ഒരാളെ പൊളിക്കുന്ന വാക്കുകൾ നമ്മുടെ വായിൽ നിന്നും വരരുത്. ഇല്ല, അതിൻ്റെ അകത്ത് ഒരു വേ ഉണ്ട്. അതാണ് കർത്താവിൻ്റെ സ്വഭാവം. കർത്താവ് ഒരിക്കലും വീഴ്ച കളയുന്ന കർത്താവല്ല, ചവിട്ടി താക്കുന്ന കർത്താവല്ല. നമ്മൾ തേക്കുന്ന, ഇന്നത്തെ യൗവനക്കാരുടെ ഭാഷയിൽ തേച്ചിട്ട് പോകുന്ന കർത്താവല്ല. പ്രൈസ്, നമ്മളെ പിടിച്ചെഴുന്നേൽപ്പിക്കുന്ന, ഏത് ബലഹീനൻ്റെയും കൂടെ, ആ വേശ്യാകർമ്മത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയുടെ കൂടെ ഹി സ്റ്റൂപ്പ് ഡൗൺ അല്ലേ, അവിടെ മുട്ടുപൊത്തി ആ വഴിയരികിൽ എല്ലാവരും നോക്കി നിൽക്കെ അവിടെ കൂടെ ഇരുന്ന് അവളെ മറച്ചു പിടിച്ച് അവളെ പ്രൊട്ടക്റ്റ് ചെയ്ത് ഒരു കല്ല് പോലും അവിടെ മേത്ത് വന്ന് വീഴാൻ സമ്മതിക്കാതെ കവർ. അതായത് ദാറ്റ്സ് ദ ഗോഡ്സ് നേച്ചർ. അത് ദൈവത്തിൻ്റെ സ്വഭാവമാണ്. അപ്പം എന്നിൽ നിന്നും നിങ്ങളിൽ നിന്നും കർത്താവ് ഇത് എക്സ്പെക്ട് ചെയ്യുക, ഈ സ്വഭാവം. അതാണ് ദൈവവചനം തമ്മിൽ പഠിപ്പിച്ചും ബുദ്ധി ഉപദേശിച്ചും നന്ദിയോടെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ ദൈവത്തിന് പാടിയും. എപ്പോഴും ഒരു നന്ദിയും സ്തുതിയും സ്തോത്രവും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ കാണണം. എപ്പോഴും പ്രതിസന്ധികളെ മാത്രം മുമ്പിൽ കണ്ട് അയ്യോ എൻ്റെ കാര്യം ഇങ്ങനെ ആയി അങ്ങനെ ആയി എന്ന് മറ്റുള്ളവരോടും കൂടെ പറഞ്ഞ് അവര് കുറെ കാര്യങ്ങളപ്പം പറയും. എല്ലാം കൂടെ കേട്ട് ഭാരപ്പെട്ടിരിക്കാൻ പറഞ്ഞിട്ടില്ല. നന്ദിയോടെ ഹൃദയങ്ങളിൽ ദൈവത്തിന് പാടിയും. ഇങ്ങനെ ക്രിസ്തുവിന്റെ വചനം ഐശ്വര്യമായി സകല ജ്ഞാനത്തോടും കൂടെ നിങ്ങളിൽ വസിക്കട്ടെ. അപ്പൊ കർത്താവിന്റെ വചനം നമ്മളിൽ വസിക്കുന്നുണ്ടെങ്കിൽ നമുക്കിതൊക്കെ ചെയ്യാൻ പറ്റും. ആ കർത്താവിന്റെ വചനത്തിൽ ഒരു ഉറപ്പും ധൈര്യവും നമുക്കുണ്ടെങ്കിൽ എന്നെ കൈവിടത്തില്ല, ഉപേക്ഷിക്കത്തില്ല, ഞാൻ ലോകാവസാനത്തോളം നിങ്ങളുടെ കൂടെ ഇരിക്കും, ഞാൻ നിങ്ങളെ ഉയർത്തും മാനിക്കും, താഴ്ച പ്രാപിക്കത്തില്ല, ഉയർച്ച തന്നെ പ്രാപിക്കും. ഈ വചനങ്ങളൊക്കെയാണോ നിങ്ങളുടെ ഹൃദയത്തിൽ ഉള്ളത് എങ്കിൽ ഒരിക്കലും നിങ്ങൾ ലജ്ജിച്ചു പോകത്തില്ല. ആ ക്രിസ്തുവിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴും. അല്ലെങ്കിൽ നമ്മുടെ ഇന്നത്തെ സാഹചര്യത്തിൽ കടഭാരം ഇങ്ങനെ പോയാൽ ഇതിങ്ങനെ കൂടിക്കൂടി ഓരോ ദിവസവും ഇത്ര % കൂടിക്കൂടി എനിക്കിത് അടയ്ക്കാൻ മേലാതെ വരും, ഞാൻ എന്തോ ചെയ്യും, കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം, വീട്ടിലെ ആവശ്യങ്ങളുണ്ട്, ഇതെല്ലാം നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന വിഷയങ്ങളാണ്. കുഞ്ഞുങ്ങളുടെ പഠിത്ത കാര്യമുണ്ട്, അത് കഴിയുമ്പോൾ കല്യാണമാവും, അത് കഴിയുമ്പം പിന്നെ കുഞ്ഞുങ്ങളുടെ കാര്യമാവും, പിന്നെ നമുക്ക് അവരിൽ നിന്ന് നമുക്ക് കിട്ടുന്നതിന്റെ കണക്കായിരിക്കും. ഇങ്ങനെ നമുക്ക് വിഷയങ്ങളില്ലാത്ത ഒരു സാഹചര്യമില്ല. എല്ലാത്തിനെയും നോക്കി നമുക്ക് ഭാരപ്പെടാം. അവരെ എനിക്ക് ഈ മാസം 25,000 രൂപയെ തരത്തുള്ളൂ, അതുകൊണ്ട് എനിക്ക് ജീവിക്കാൻ പറ്റുമോ, എൻ്റെ കറണ്ട് ചാർജ് അടയ്ക്കാൻ പറ്റുമോ, ഇങ്ങനെ അങ്ങ് പരാതിയും പെറുപെറുപ്പുമായിട്ട് ഇരിക്കാതെ ഏത് കാര്യത്തിലാണേലേ 5 വർദ്ധിപ്പിക്കാൻ കഴിവുള്ള ഒരു കർത്താവിൽ അങ്ങ് വിശ്വസിച്ച് കുഞ്ഞുങ്ങളുടെ കയ്യിലോട്ടൊന്നും നോക്കണ്ടെന്നേ. അവർക്ക് തരാനുള്ളത് അവര് തരട്ടെ. അവര് മനസ്സോടെ തരുന്നത് കൊണ്ട്, അല്ലെങ്കിൽ അവർക്കുള്ളതിൽ നിന്ന് തരുമ്പോ അത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹമാവും. കർത്താവ് അതിനുള്ളിൽ നമ്മളെ നടത്തുവന്നേ. നമ്മളെന്തിനാ ഭാരപ്പെടുന്നത്? അല്ലെങ്കിൽ അപ്പുറത്തെ വീട്ടിലെ കൊച്ച് 1 ലക്ഷം കൊടുക്കുന്നുണ്ട്, എനിക്ക് 25,000. ഇവരുടെയും ജോലിയൊന്ന് നോക്കിക്കേ, അവർക്ക് കിട്ടുന്ന വരുമാനം ഒന്ന് നോക്കിക്കേ. എന്നിട്ടാട്ടെ എല്ലാത്തിനും അങ്ങ് പരാതി പറയാതെ ആ 2,000 കയ്യിലുള്ളോ അത് കർത്താവിന്റെ കയ്യിലോട്ട് കൊടുത്തിട്ട്, കർത്താവെ ഈ മാസം എന്നെ നടത്തണേന്നൊന്ന് പറഞ്ഞ് ഒന്ന് നന്ദിയുള്ള ഹൃദയത്തോടെ എൻ്റെ കർത്താവ് എന്നെ നടത്തി. കഴിഞ്ഞ മാസവും കുറവില്ലാതെ, കഴിഞ്ഞ ദിവസം വരെ ഒരു കുറവും ഇല്ലാതെ ഇന്നിവിടെ ഇരിക്കുമ്പോ യേശു പറഞ്ഞ ഒരു കാര്യമുണ്ട്.
ആ 5 അപ്പവും 2 മീനും ആ ശിഷ്യന്മാർ ആ ബാലന്റെ ഇവിടെ ഒരു ബാലന്റെ കയ്യിൽ 5 അപ്പവും 2 മീനും അത് യേശുവിൻ്റെ കയ്യിലോട്ട് കൊടുത്തു. നിങ്ങളുടെ വർദ്ധിപ്പിക്കാൻ കഴിയുന്ന ഒരു കൈയുണ്ട്, അതിലൊന്ന് കൊടുത്തേ. നമ്മുടെ കയ്യിലുള്ള 1000 ആണേലും അവസാനമാകുമ്പോഴത്തേക്ക് നിങ്ങൾ നോക്കിക്കോ, അതിൻ്റെ അകത്ത് മിച്ചം, അതിൻ്റെ അകത്ത് നിങ്ങൾ പോലും ചിലപ്പോൾ നമ്മൾ വിസ്മയിക്കും, എന്തോ എങ്ങനെയാ ഇങ്ങനെ എനിക്കിത് മാനേജ് ചെയ്യാൻ പറ്റിയ. എൻ്റെ കർത്താവിനെ പോലെ ഫണ്ട് മാനേജ് ചെയ്യാൻ പറ്റുന്ന വേറെ ഒരാളില്ല. കർത്താവിൻ്റെ കയ്യിൽ പച്ചവെള്ളത്തെ വർദ്ധിപ്പിക്കാൻ കഴിവുള്ളവനാണ്. ഞാൻ എത്രയോ ടെസ്റ്റിമണി, എത്രയോ സാക്ഷ്യങ്ങൾ കേട്ടിട്ടുണ്ട്. ഇന്നത്തെ ദിവസത്തേക്ക് മാത്രമേ വീട്ടിൽ അരിയുള്ളൂ. ആ അരി വെച്ച് മാസങ്ങൾ കഴിഞ്ഞ വീടുകളെ എനിക്കറിയാം. ആ അരി വെച്ച് തന്നെ അറിയത്തില്ല, എടുക്കുമ്പം ഈ നോക്ക്, ആ സരാഫത്തിലെ വിധവയുടെ വീട്ടിൽ ഏലിയാവ് എടുത്തു എന്ന് പറയുമ്പോൾ നമ്മൾ പറയും ആ പാത്രത്തിൽ നിന്ന് തന്നെ എടുത്തു എന്ന് പറയുമ്പം അത് വാസ്തവത്തിൽ ഒരു കഥയായിട്ടിരിക്കരുത്. ഗോഡ് ഇസ് ദ സെയിം അല്ലേ, അതേ ദൈവം ഇന്നും അല്ലേ. ആ ദൈവം തൻ്റെ സീറ്റ് പോലും മാറിയിരുന്ന് ഇന്നൊരു കൃപയുടെ സീറ്റിലും കൂടെ മാറിയിരിക്കുകയാണ്. പ്രൈസ് നോക്ക്, ആ കർത്താവിൽ ആശ്രയിക്കുന്നവർക്ക്, പ്ലഗ് ചെയ്യുന്നവർക്ക് ജീവിതത്തിൽ ഒന്നിനും കുറവുണ്ടാകത്തില്ല. ഇങ്ങനെ പറയാ, ക്രിസ്തുവിന്റെ വചനം ഐശ്വര്യമായി സകല ജ്ഞാനത്തോടും കൂടെ നിങ്ങളിൽ വസിക്കട്ടെ. ആ കർത്താവിന്റെ വചനം നിങ്ങളിൽ വസിക്കുന്നവരായിരിക്കണം. ആ പ്രതിസന്ധി വരുമ്പോഴും ആ വചനം പറഞ്ഞു വിടുന്നവരായിരിക്കണം. ആ വചനത്തിൽ വിശ്വസിക്കുന്നവരായിരിക്കണം. ആ വചനത്തിൽ ഉറപ്പുണ്ടായിരിക്കണം. അപ്പൊ സന്തോഷവും സമാധാനവും സൗഖ്യവും എല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ, ഉയർച്ചയും മാന്യതയും എന്തെല്ലാം ഈ ലോകത്തിൽ ഉണ്ടോ അതെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെന്നേ നിങ്ങൾ അതിനെയൊന്നും കാണുന്നില്ല. ക്രിസ്തുവിന്റെ വചനത്തിലൂടെ അതിനെയൊക്കെ ഒന്ന് നോക്കിയാൽ, ആ വചനം നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒന്നിനും കുറവ് വരത്തില്ല. നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കും ഒരു കുറവ് വരത്തില്ല. നിങ്ങളുടെ ഭവനത്തിലെ എണ്ണയിരിക്കുന്ന കലശം അനുഗ്രഹിക്കപ്പെട്ടിരിക്കും. എല്ലാവർക്കും കൊടുക്കാൻ നിങ്ങളുടെ പേഴ്സില് കർത്താവ് സമൃദ്ധി തരും. നിങ്ങൾക്ക് ആരോഗ്യം തരും. പ്രാർത്ഥിപ്പാനുള്ള കൃപ തരും. പരിശുദ്ധാത്മാവിനാൽ നിങ്ങൾ നിറഞ്ഞാൽ, ആ നന്ദിയുള്ളവരായിരുന്നാൽ, ആ വചനത്തിൽ വിശ്വസിച്ചാൽ, ഒരു സങ്കീർത്തനം സ്തുതിയൊക്കെ ഉണ്ടെങ്കിൽ മറ്റുള്ളവരെ കാണുമ്പോൾ അവരോട് സന്തോഷത്തോടെ ഇടപെടാനും, അവരോട് ഇല്ലെന്നേ കർത്താവ് വഴി നടത്തും, കർത്താവ് കൂടെ ഉണ്ട്, എൻ്റെ ഇന്ന വിഷയത്തിൽ കർത്താവ് അത്ഭുതം ചെയ്തെങ്കിൽ സഹോദരിയുടെ ഇന്ന വിഷയത്തിലും കർത്താവ് അത്ഭുതം ചെയ്യുമെന്ന് അവരെയും കൂടി ഒന്ന് ഉറപ്പിക്കാൻ തക്കവണ്ണം അവർക്ക് ഈ സ്നേഹവും സന്തോഷവും സമാധാനവും ഒക്കെ ഒന്ന് പകർന്നു കൊടുക്കാനാണ് കർത്താവ് നമ്മളെ ഇവിടെ ആക്കി വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടണ്ട. ഒരു മാസം കൂടെ അല്ലെ, ഈ വർഷത്തിൽ ഒരു മാസം കൂടെ കടന്നുപോയി. മെയ് മാസത്തിലോട്ട് നമ്മൾ പ്രവേശിച്ചു. ഈ കഴിഞ്ഞ മാസം നടത്തിയതിലും അത്ഭുതകരമായി, അതിശയകരമായി, നിറവോടെ, സമൃദ്ധിയോടെ എല്ലാ മേഖലകളിലും എൻ്റെ കർത്താവ് നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കും. കർത്താവിന്റെ കരം കൂടെ ഇരിക്കും. വാട്ട് എ ഗ്രേറ്റ് വേർഡ് അല്ലേ. സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ പാടിയും നോക്ക്, മറ്റുള്ളവരെ പഠിപ്പിച്ചും മറ്റുള്ളവരെ ഉത്സാഹിപ്പിച്ചും. ദൈവവചനം ഇങ്ങനെയാണ് പറയുന്നത്, മറ്റുള്ളവർക്ക് ബുദ്ധി ഉപദേശിച്ച് നന്ദിയോടെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ ദൈവത്തിന് പാടി. നന്ദിയുണ്ടോ? നടത്തിയ വഴികൾക്കായിട്ട് സ്തോത്രം ചെയ്യുന്നുണ്ടോ? നടത്തിയ വഴികൾ പ്രതികൂലങ്ങളിൽ തീർന്നുപോയി എന്ന് വിചാരിച്ച സമയങ്ങളിൽ കർത്താവ് അത്ഭുതം ചെയ്തത്, നടത്തിയത് ഓർത്ത് നന്ദിയോടെ നമുക്ക് ലെറ്റ് us give him thanks. നോക്ക്, നമ്മൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിലെ പല ആവശ്യങ്ങൾക്കാണ് കർത്താവിന് അങ്ങ് ഒരു പ്രോബ്ലവും ഇല്ല. നമ്മുടെ ആവശ്യത്തിന് വേണ്ടി കർത്താവിൻ്റെ സന്നിധിയിൽ വരുന്നതുകൊണ്ട് കർത്താവിന് നമ്മളോട് ഒരു ഇഷ്ടക്കുറവുമില്ല. കർത്താവിന് അത് he will meet all your needs. നിങ്ങളുടെ ആവശ്യങ്ങൾ ഒക്കെയും സ്തോത്രത്തോടെ എന്നെ അറിയിക്കാനാണ് കർത്താവ് പറഞ്ഞത്. അതെല്ലാം നിങ്ങൾ എൻ്റെ നാമത്തിൽ എന്ത് ചോദിച്ചാലും അത് നൽകി തരും എന്ന് കർത്താവ് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആവശ്യങ്ങളിലൊക്കെ ഓടി കർത്താവിൻ്റെ അടുത്ത് നമുക്ക് ചെല്ലുന്നതിന് ഒരു പ്രോബ്ലവും ഇല്ല. പ്ലീസ് നോക്ക്, അത് തരാൻ കർത്താവ് റെഡിയാണ്. പക്ഷേ തിരിച്ചൊന്ന് നമ്മൾ ചിന്തിച്ചാൽ, ഗോഡ് ഈസ് എക്സ്പെക്ടിങ് മെനി തിങ്സ് ഫ്രം us. എന്നിൽ നിന്നും നിങ്ങളിൽ നിന്നും എൻ്റെ കർത്താവ് ഒത്തിരി പ്രതീക്ഷിക്കുന്നുണ്ട്. ഇന്ന് കൊലോസി ലേഖനം വായിച്ചപ്പം, ഈ 3-ാം അധ്യായം വായിച്ചപ്പോൾ എന്നെ ഏറ്റവും കൂടുതൽ ചിന്തിപ്പിച്ച വചനം അതാണ്. 3-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ ദൈവവചനം പറയുകയാണ്. ഒന്ന് വായിച്ചേ ഷിന. നിങ്ങൾ ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നുവെങ്കിൽ ക്രിസ്തു ദൈവത്തിന്റെ വലത്ത് ഭാഗത്ത് ഇരിക്കുന്ന ഇടമായ ഉയരത്തിലുള്ള അന്വേഷിപ്പിക്കും. നോക്ക്, ക്രിസ്തുവിനോട് കൂടെ നിങ്ങൾ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ
ക്രിസ്തുവിന്റെ വലത്തുഭാഗം ഉയരത്തിലുള്ളത്. ദൈവവചനം പറയാണ്, അങ്ങനെ നിങ്ങൾ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ, ഉയർത്തെഴുന്നേറ്റവരാണോ? ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഴുന്നേറ്റവരാണെങ്കിൽ പ്ലീസ് നോക്ക്, ഉയരത്തിലുള്ളത്. നിങ്ങൾ ഭൂമിയിലുള്ളതല്ല, ഉയരത്തിൽ. നമുക്ക് പലപ്പോഴും ഈ ഭൂമിയിലുള്ള കാര്യങ്ങൾ അല്ലെ, പൗലോസ് പറയും, അതാ 1 കൊരിന്ത്യർ 15 പൗലോസ് പറയുന്നത്, ഈ ലോകത്തിലെ എന്തെങ്കിലും കാര്യത്തിൽ വേണ്ടി മാത്രമാണെങ്കിൽ നിങ്ങൾ അതിനുവേണ്ടി കർത്താവിനെ പിൻപറ്റുന്നതിന് കുഴപ്പമില്ല, അതിനുവേണ്ടി മാത്രമാണെങ്കിൽ നിങ്ങളെപ്പോലെ അരിഷ്ട മനുഷ്യൻ വേറെയില്ല. ഇവിടെ ദൈവവചനം നമ്മളെ ഓർപ്പിക്കുകയാണ്, പ്രൈസ്, ഉയരത്തിലുള്ളത് അന്വേഷിക്കുകയും അവനോട് കൂടെ ഉയർത്തെഴുന്നേറ്റ് അവനെ, ഇഫ് യു ഹാഡ് എൻ എൻകൗണ്ടർ, എന്നെ അവനോട് കൂടി ഉയർത്തെഴുന്നേൽക്കുക എന്ന് പറയുന്നതിന്റെ അർത്ഥം, അതിന്റെ 2-ാം അധ്യായം അതിന്റെ 12-ാമത്തെ വാക്യം അവിടെ വായിക്കുമ്പോൾ ദൈവവചനം അവിടെ വ്യക്തമായിട്ട് പറയുകയാണ്. ഒന്ന് വായിച്ച ഷീന. സ്നാനത്തിൽ നിങ്ങൾ അവനോട് കൂടെ അടക്കപ്പെടുകയും അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച ദൈവത്തിന്റെ വ്യാപാര ശക്തിയിലുള്ള വിശ്വാസത്താൽ അവനോട് കൂടെ നിങ്ങളും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. ഓക്കെ, നോക്കിയേ, സ്നാനത്തിൽ നിങ്ങളുടെ ഓൾഡ് സെൽഫ്. ഈ പലരും സ്നാനം എന്നൊക്കെ പറയുമ്പം ഒഫൻഡഡ്, എനിക്കറിയത്തില്ല എന്തുകൊണ്ടാണ് ഒഫൻഡഡ് ആകുന്നത് എന്നറിയത്തില്ല. സ്നാനത്തിൽ എന്താ, ഞാൻ അവനോട് കൂടെ എന്ത് ചെയ്യുകയാണ്, ഒന്ന് മരിച്ച് ഞാൻ അടക്കപ്പെട്ട് പ്രീസ് വീണ്ടും എന്ത് ചെയ്യുക, ഉയർത്തെഴുന്നേറ്റ് പ്രീസ് യേശുവിന്റെ ഒരു സിംബലായിട്ട്, ക്രിസ്തുവിന്റെ ഒരു പകരക്കാരനായിട്ട്, യേശുവിനെ പോലെ അധികാരമുള്ള ഒരു വ്യക്തിയായിട്ട് ഈ ഭൂമിയിൽ നടക്കുന്നതിന്റെ പേരാണ് വിശ്വാസ ജീവിതം. അങ്ങനെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നവരാണെങ്കിൽ പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, ഉയരത്തിലുള്ളത് അന്വേഷിപ്പീൻ. അപ്പം ഈ ലോകത്തിലെ ചില കാര്യങ്ങൾ വേണം, അതെല്ലാം ചേർന്ന് വരും. ഈ ലോകത്തിലെ ഒന്നിനും ദൈവവചനം നമ്മളെ ഓർപ്പിക്കുകയാണ്. മത്തായി സുവിശേഷം 6 നമ്മളെ ഓർപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്, മുമ്പേ എൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ, ബാക്കി സകലതും അതോടുകൂടെ എന്ത് ചെയ്യും, ചേർന്ന് വരുന്ന. ഗോഡ് വിൽ ആഡ് എവറിത്തിങ്, അതിൻ്റെ കൂടെ എല്ലാം ചേർന്ന് വരും. പ്ലീസ് നോക്ക്, നമ്മുടെ പ്രയോറിറ്റീസ്, ഗോഡ് ഈസ് ലുക്കിംഗ് അറ്റ് അവർ പ്രയോറിറ്റീസ്. നിങ്ങൾ ദൈവരാജ്യത്തിന് വേണ്ടി നിൽക്കുന്ന വ്യക്തിയാണോ? മറ്റുള്ളവരെ ഉത്സാഹിപ്പിക്കുന്ന വ്യക്തിയാണോ? നിങ്ങൾക്ക് എന്തെങ്കിലും ലഭിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ പ്ലീസ് നോക്ക്, നിങ്ങൾക്ക് സ്തോത്രം ചെയ്യുന്നവരാണോ? ദൈവവചനം ഇന്ന് നമ്മൾ വായിച്ച കുറിവാക്യം പോലെ സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും നിങ്ങൾ തമ്മിൽ പാടിയും മറ്റുള്ളവർക്ക് ബുദ്ധി ഉപദേശിച്ചും എല്ലാത്തിലും സ്തോത്രം ചെയ്ത് നന്ദി പറയുന്നവരാണോ? പ്ലീസ് അതോ എന്തെങ്കിലും കർത്താവിൽ നിന്ന് ലഭിച്ചിട്ട് അത് വേഗത്തിലെല്ലാം മറന്നു കളഞ്ഞ് അത് വിട്ടോടി പ്ലീസ് ചിലയൊക്കെ നമ്മൾ വഴിയിലൊക്കെ കാണുമ്പം ബ്രദറെ ഇപ്പൊ കാണുന്നില്ലല്ലോ, ഇപ്പൊ വേറെ വിഷയമൊന്നുമില്ല എന്നൊരു വിഷയത്തിന്റെ ഒരു പരിഹാരമല്ല. ദിസ് ഇസ് ലവ്. ഇത് ഈ നോക്ക്, ഈ ജീവിത അവസാനം വരെ ഈ ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് പ്രൈസ് നമ്മുടെ കാര്യം നടന്നോ ഇല്ലയോ എന്നുള്ളതല്ല, എൻ്റെ പാപത്തെ പൂക്കിക്കളഞ്ഞെന്നുള്ളതാണ് ദൈവരാജ്യത്തിൽ ഏറ്റവും വലിയ കാര്യം. ഞാൻ ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാണ്, പഴയത് കഴിഞ്ഞുപോയി, അതിനെ പുതിയതാക്കി. ഐ എം എ ന്യൂ ക്രിയേഷൻ. അവനോടുകൂടെ ഞാൻ മരിച്ച് സ്നാനത്തിൽ അവനോടുകൂടെ ഞാൻ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഉയരത്തിലുള്ളത്. നമുക്ക് ഈ താഴെയുള്ളത് വേണമെന്നേ, ഭൂമിയിലുള്ളത് വേണം, അത് നിശ്ചയമായിട്ടും എൻ്റെ ജീവിതത്തിൽ വരും. എൻ്റെ കർത്താവ് നോക്ക് തൻ്റെ ജീവനെ, റോമൻസ് 8:32 ദൈവവചനം ഇങ്ങനെയാണ് പറയുന്നത്, സ്വന്തം പുത്രനെ ആദരിയാതെ എനിക്കും നിങ്ങൾക്കും വേണ്ടി മറുവിലയായി തന്നവൻ അവനോട് കൂടെ സകലതും സൗജന്യമായി നൽകാതിരിക്കുമോ? എവറിത്തിങ് ഇസ് ഫ്രീ വിത്ത് ജീസസ് ക്രൈസ്റ്റ്. ആ കർത്താവിൻ്റെ കൂടെ എല്ലാം ഫ്രീ ആണ്. ദൈവവചനം ഇവിടെ ഓർപ്പിക്കുകയാണ് ഉയരത്തിലുള്ളത്. എനിക്ക് ഈ കൊലോസ്യ ലേഖനം ഇന്ന് വായിച്ചപ്പോൾ എന്നെ ഒത്തിരി ഈ അധ്യായം, ഈ 3-ാം അധ്യായം കർത്താവ് എന്നെ ഇന്ന് ഒത്തിരി എന്നെ സ്പർശിക്കാനിടയായി. കൊലോസ്യ ലേഖനം അതിൻ്റെ 3-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അതിൻ്റെ 5 മുതൽ 9 വരെ ഉള്ള വാക്യങ്ങൾ അർത്ഥമാക്കുന്നത് നമ്മുടെ പഴയ മനുഷ്യനെ എന്ത് ചെയ്യുക, അടക്കം ചെയ്യണം. നമ്മുടെ പഴയ സ്വഭാവങ്ങൾ എന്ത് ചെയ്യണം, ഓൾ നേച്ചർ ഉണ്ടല്ലോ, നമ്മുടെ ഈ മാനുഷികമായ ലേഡ് ഡൗൺ, ആ മാനുഷികമായ സകലതും എന്ത് ചെയ്യണം, ഓൾ നേച്ചർ എല്ലാം അടക്കം ചെയ്യണം. നോക്ക് അതിന്റെ 8-ാം വാക്യം ഒന്ന് വായിക്കാം ഷിന. നിങ്ങളും കോപം, ക്രോധം, ഈർഷ്യ, വായിൽ നിന്ന് വരുന്ന ദൂഷണം, ദുർഭാഷണം ഇവയൊക്കെയും വിട്ടുകളയുവി. അന്യോന്യം ഭോഷ്ക് പറയരുത്. നിങ്ങൾ പഴയ മനുഷ്യനെ അവന്റെ പ്രവൃത്തികളോടുകൂടെ ഉരിഞ്ഞു കളഞ്ഞ് തന്നെ സൃഷ്ടിച്ചവന്റെ പ്രതിമക്ക് പ്രകാരം പരിജ്ഞാനത്തിനായി പുതുക്കം പ്രാപിക്കുന്ന നമ്മുടെ പഴയ മനുഷ്യൻ, നമ്മുടെ പഴയ മനുഷ്യനെ എന്ത് ചെയ്യണം,
പൂർണ്ണമായിട്ടും ഉരിഞ്ഞു കളയണം. കോപം, ക്രോധം, ഈർഷ്യ, വായിൽ നിന്നും വരുന്ന ദൂഷണം, ഭോഷ്ക്, നോക്ക് പഴയ മനുഷ്യൻ്റെ പ്രവർത്തികളെ. അതാണ് ഈ ഒരു ന്യൂ ക്രിയേഷൻ എന്ന് പറയുമ്പം പഴയത് കഴിഞ്ഞു പോയി, ഇതാ അത് പുതിയതായിരിക്കുന്നു. അപ്പം ഒരു ചെക്ക് ലിസ്റ്റും കൂടി ഉണ്ട്. നമ്മൾ ചെക്ക് ചെയ്യണം പഴയ ഏതെങ്കിലും ഈ സ്വഭാവങ്ങൾ നമ്മൾ അറിയാതെ എവിടെയെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ. ഗോഡ് ഈസ് എക്സ്പെക്ടിങ് ഹയർ തിങ്സ്. ഒന്ന് കർത്താവ് എക്സ്പെക്ട് ചെയ്യുന്ന സീക്ക് ഹിസ് കിങ്ഡം, അല്ലേ? ഉയരത്തിലുള്ളത് അന്വേഷിക്കാനാണ് കർത്താവ് പറഞ്ഞത്, അല്ലേ? സീക്ക് ഹിസ് കിങ്ഡം മീൻസ് ഹാവ് എ ഹോളി ലൈഫ്. ഒന്ന് ഒരു വിശുദ്ധ ജീവിതം നയിക്കണം, സത്യത്തിൽ ജീവിക്കണം. നോക്ക് ആ എറ്റേണൽ ലൈഫിന് വേണ്ടി, ആ നിത്യതയ്ക്ക് വേണ്ടി ആഗ്രഹിക്കണം. പ്രൈസ്. നോക്ക് മറ്റുള്ളവരെ പ്ലീസ് ചെയ്യുന്ന മറ്റുള്ളവരെ അല്ല, ക്രിസ്തുവിനെ പ്ലീസ് ചെയ്യുന്ന വ്യക്തിയായിരിക്കണം കർത്താവ്. നോക്ക്, അവൻ എൻ്റെ വചനം അനുസരിക്കുന്ന വ്യക്തിയാണ്, എൻ്റെ വചനത്തിൽ നിൽക്കുന്ന വ്യക്തിയാണ്, എൻ്റെ വചനത്തിൽ ഓരോ ദിവസവും ചൂടുവെക്കുന്ന വ്യക്തിയാണ്, വിശ്വാസത്തിൽ ജീവിക്കുന്ന, വിശ്വാസത്തെ മുറുകെ പിടിച്ച് മുന്നേറുന്ന വ്യക്തിയാണ്. 5 ഉള്ളൂ കയ്യിൽ, 5 അപ്പമേ കയ്യിലുള്ളൂ, എന്നാൽ അവൻ്റെ സ്തോത്രത്തിന് ഒരു കുറവുമില്ല. എന്നോടുള്ള ഞാൻ കണ്ടിട്ടുണ്ട്, പുറവെറുക്കുന്നവരെ കണ്ടിട്ടുണ്ട്, ദൈവത്തിനോട് പരാതി പറയുന്നവരെ. കർത്താവ് അത് ചെയ്തില്ല, എന്താ എൻ്റെ ജീവിതത്തിൽ മാത്രം ഇങ്ങനെ സംഭവിക്കുന്നത്? കഴിഞ്ഞ ദിവസം ഒരാൾ എന്നോട് ഇത് പറഞ്ഞപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, ചെയ്തതൊക്കെ ഒന്ന് ഓർത്തേ, ദൈവം ചെയ്ത അത്ഭുതങ്ങളും കർത്താവ് ചെയ്ത ആ നന്മകളും ഒക്കെ ഒന്ന് ഓർത്ത് അതിനൊന്ന് നന്ദി പറഞ്ഞേ. ആർ യു എ പേഴ്സൺ ഹു ഇസ് താങ്ക്ഫുൾ ടു ലോർഡ്? കർത്താവിന് നന്ദി പറയുന്ന ഒരു വ്യക്തിയാണോ? നന്ദി കൊണ്ടാണ് എൻ്റെ ഹൃദയം, നന്ദി കൊണ്ട്. ഞാൻ നോക്കുമ്പോൾ എനിക്ക് ഒരു യോഗ്യതയുമില്ല, കുറവുള്ള ഒരു വ്യക്തിയാണ്, പ്രീസ്. പക്ഷേ എന്നെ നടത്തിയതൊക്കെ ഓർക്കുമ്പോൾ പ്രീസ്, എനിക്ക് ഇന്നും നടക്കാത്ത ചില കാര്യങ്ങളുണ്ട്, എനിക്കും ചില പ്രയർ റിക്വസ്റ്റുകൾ ഉണ്ട്, പ്ലീസ്. ദൈവസന്നിധിയിൽ ദീർഘനാളായിട്ട് പ്രാർത്ഥിക്കുന്ന ചില വിഷയങ്ങളുണ്ട്, നടന്നിട്ടില്ലാത്ത ചില കാര്യങ്ങളുണ്ട്. പക്ഷേ എനിക്ക് ഒരു കാര്യം അറിയാം, ഐ എം നോട്ട് വെറീഡ് അബൌട്ട് ഇറ്റ്. ബിക്കോസ് ഞാൻ പലപ്പോഴും പറയുന്ന ഒരു വാക്കുണ്ട്, ഗോഡ് ഇസ് ഇൻ കൺട്രോൾ. എൻ്റെ കർത്താവ് അത് തക്ക സമയമാകുമ്പോൾ ഉയർത്താമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ കർത്താവ് ഉയർത്തുക തന്നെ ചെയ്യും. പ്രീസിലോ, അവൻ്റെ വചനം ഒരിക്കലും മാറത്തില്ല. നോക്ക്, ആ നന്ദിയുള്ളവരായി ആ പഴയതിനെയൊക്കെ വീണ്ടും നമ്മൾ അറിയാതെ ആ പഴയതിലോട്ട് പോകാതെ പഴയ കാര്യങ്ങൾ, പ്രീസ്, ആ ക്രോധവും അസൂയയും മറ്റുള്ളവരോടുള്ള പെറുപെറുപ്പും അതിനെയെല്ലാം വിട്ട് ആ പഴയതിനെ, ആ 3 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ നമ്മളെ ഓർപ്പിക്കുന്നത്, പുട്ട് ടു ഡെത്ത് ദ ഓൾഡ് സെൽഫ്. പഴയതിനെ എന്ത് ചെയ്യണം? കുഴിച്ചു മൂടണം. ഈ കുഴിച്ചു മൂടിയാൽ പിന്നെ നമ്മൾ മാന്താ പോകത്തില്ലല്ലോ, അതിനെ ഒരു കല്ലറയ്ക്ക. അതാ നമ്മൾ അടക്കപ്പെട്ടവരല്ലേ. സ്നാനത്തിൽ നിങ്ങൾ അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ടു എന്ന ദൈവവചനം പറയാം. അടക്കിയത് ഇടയ്ക്കിടയ്ക്ക് പണ്ട് ആരാണ്ട് സ്നാനപ്പെടുത്താൻ വന്നപ്പോഴത്തേക്ക് ഒരു പുള്ളി, ബ്രദറെ എങ്ങനെ 2 വിരൽ ഇങ്ങനെ പിടിക്കണ്ട, മുഴുവൻ മുങ്ങണമെന്ന് പറഞ്ഞപ്പോൾ, ഇല്ല, ഇത് ഞാൻ പറഞ്ഞു കേട്ട കഥയാണ് കേട്ടോ, എൻ്റെ അനുഭവമല്ല. പ്ലീസ് നോക്ക്, അതിൽ എനിക്ക് സിഗരറ്റ് വലിക്കേണ്ടത്. അതുകൊണ്ട് നമ്മൾ പഴയതിനെ എന്ത് ചെയ്യുക? പഴയ മനുഷ്യനെ കുഴിച്ചിടുക. നമുക്ക് ചിലതൊക്കെ നമുക്ക് ബുദ്ധിമുട്ട് കാണും, പുറകോട്ട് വലിക്കുന്ന ചിലതൊക്കെ നിശ്ചയമായിട്ട് നമ്മുടെ ജീവിതത്തിൽ കാണും, പ്രീസിനോ. പക്ഷേ അവിടെയാണ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ഹോളി സ്പിരിറ്റ്. കർത്താവ് പറഞ്ഞില്ലേ, ഞാൻ അനാഥരായി വിടത്തില്ല. ഞാൻ നിങ്ങളോട് ഐ വിൽ ഷെയർ എ ടെസ്റ്റിമണി. ഞാൻ ഈ കർത്താവിൻ്റെ സന്നിധിയിൽ വരുന്നു, ഷിനായിക്ക് സൗഖ്യം കിട്ടുന്നു. ഒരു ഉപവാസ പ്രാർത്ഥന തങ്കൂറവൻ്റെ വീട്ടിൽ നടക്കുന്ന സമയത്ത് ഞങ്ങളോട് 2 പേരോട് ഒരേ വചനം, 2 സ്ഥലത്ത് ഞങ്ങൾ ഇരിക്കുമ്പോൾ ഒരേ വചനം ഇടപെട്ടു. ഇനി താമസം എന്ത്? എഴുന്നേറ്റ് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനമേൽപ്പീൻ. ആ വചനം അപ്പം ആ ഉപവാസ പ്രാർത്ഥനയ്ക്ക് എന്തെങ്കിലും ഒക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പയ്യെ എഴുന്നേറ്റ് പറഞ്ഞു, സ്നാനപ്പെടണമെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സംസാരിച്ചു. ഈ വാക്യത്തിലൂടെയാണ് സംസാരിച്ചത്. ഉടനെ ഷീനായി അപ്പുറത്തിറങ്ങി ഇതേ വാക്യം കർത്താവ് എന്നോടും സംസാരിച്ചു. അങ്ങനെ 2 പേരും ഞങ്ങൾ സ്നാനപ്പെടാൻ തീരുമാനിച്ചു. ആ ശനിയാഴ്ച ദിവസം സ്നാനത്തിനായിട്ട് പോയി നിൽക്കുകയാണ്. അപ്പം ഞാൻ മദ്യപാനം എൻ്റെ മാറി. പക്ഷേ ഇനി ഞാൻ ഭയങ്കരമായിട്ട് സിഗരറ്റ് വലിക്കുന്ന വ്യക്തിയാണ്. സിഗരറ്റ് വലി എൻ്റെ ജീവിതത്തിൽ നിന്നിട്ടില്ല. പണ്ടൊക്കെ ആദ്യമൊക്കെ കാലത്ത് കൂട്ടായ്മ പോകുമ്പോൾ അവിടെ വാതിക്ക് ഇറങ്ങി നിന്ന് ഷീല എന്നോട് പറയും, ഇവിടെ നിന്ന് വലിക്കരുത്, ഇവിടെ മനുഷ്യരെല്ലാം കാണത്തില്ലേ, അങ്ങനെയൊക്കെ ഷീല എന്നോട് പറയുമായിരുന്നു. അപ്പോൾ എനിക്ക് ഈ സിഗരറ്റ് വലി എൻ്റെ ജീവിതത്തിൽ എനിക്ക് മാറിയിട്ടില്ല. അപ്പോൾ ഈ സ്നാനപ്പെടുന്ന ദിവസം ഞാൻ കേട്ടിട്ടുണ്ട്, സ്നാനപ്പെട്ടിട്ട് വീണ്ടും പഴയ രീതിയിൽ ജീവിച്ചാൽ പഴയതിൻ്റെ പിന്നത്തേതാകും ജീവിതം. ആ സമയത്ത് 69 കേസുകൾ, 25 അറസ്റ്റ് വാറണ്ടുകൾ. അന്ന് 1999 കാര്യമാണ് ഈ പറയുന്നത്. 70 ലക്ഷം രൂപ കടം, എല്ലാം തീർന്നു നിൽക്കുന്ന സമയം. ഇനി പഴയതിൻ്റെ പിന്നത്തെ ആകുമെന്ന് വെച്ചാൽ നമുക്ക് ചിന്തിക്കാൻ പോലും സാധിക്കാത്ത കാര്യം. അപ്പോൾ ആ
സ്നാനക്കടവിൽ നിൽക്കുമ്പം കർത്താവിൻ്റെ ദാസൻ തങ്കു ബ്രദർ ഇന്ന് സ്നാനത്തിൻ്റെ ക്ലാസ് എടുത്തിട്ട് തങ്കു ബ്രദർ ഒരു കാര്യം പറഞ്ഞു. ഇന്ന് സ്നാനപ്പെടാൻ തീരുമാനിക്കുന്നവർ പ്രൈസ് പ്രാർത്ഥനയോടെ നിങ്ങൾ ഒരു സ്റ്റെപ്പ് മുമ്പോട്ട് വെക്കണം. അപ്പം ഞാൻ അവിടെ നിന്നുകൊണ്ട് ഞാനിങ്ങനെ പറഞ്ഞു, ഇല്ല ഇന്ന് സ്നാനപ്പെടുന്നില്ല, കാരണം എൻ്റെ ഈ ഷർട്ട് വലിയൊക്കെ മാറ്റിയിട്ടേ ഞാൻ സ്നാനപ്പെടുന്നുള്ളൂ എന്ന് എൻ്റെ മനസ്സിൽ ഇങ്ങനെ അങ്ങനെ ഒരു ചിന്തയിൽ ഞാൻ അവിടെ തന്നെ നിന്നു. പെട്ടെന്ന് എൻ്റെ ഉള്ളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളിലൊരു ബോധ്യം തരികയാണ്. ഇങ്ങനെ ബോധ്യം, പ്രൈസ് നിന്നെ ഞാനാണ് വിളിച്ചത്, ഞാനാണ് നിന്നോട് ഇടപെട്ടത് എന്നൊരു ബോധ്യം എൻ്റെ ഉള്ളിൽ വന്നു. പെട്ടെന്ന് ഞാൻ കർത്താവിനോട് ഇങ്ങനെ പറഞ്ഞു, കർത്താവെ നീയാ വിളിച്ചെങ്കിൽ ഇനി സ്നാനപ്പെട്ടിട്ട് സിഗരറ്റ് വലിച്ചാൽ അത് എൻ്റെ കുഴപ്പമല്ല, അത് നിൻ്റെ കുഴപ്പമാണ്. പിന്നെ കർത്താവിൽ വളർന്നപ്പോഴാണ് ദൈവജനത്തിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ട്, നിങ്ങളുടെ സകല ചിന്താകുലവും എൻ്റെ മേലിട്. നമുക്ക് പറ്റാത്ത ചില കാര്യങ്ങളുണ്ട് ജീവിതത്തിൽ, നമ്മളെ തോണ്ടുന്ന ചില വെല്ലുവിളികൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. ദൈവവചനം പറയാണ്, കാസ്റ്റ് എവരി ബേർഡൻ അപ്പോൺ ജീസസ്. എല്ലാം കർത്താവിൻ്റെ കയ്യിലോട്ട്. കർത്താവെ അടിയനിതാ. നമ്മൾ പറയുമല്ലേ, പലപ്പോഴും പാട്ട് പാടുമ്പോൾ നമ്മൾ പറയുമല്ലോ, ശരിക്കും അത് മനസ്സിൽ തൊട്ടാണോ പാടുന്നത്? അടിയനിതാ കർത്താവെ, ഞാനിതാ, ഞാൻ നിന്റെ കരങ്ങളിലേക്ക് എന്നെ തന്നെ ഏൽപ്പിക്കുകയാണ് എന്ന് പറഞ്ഞ് നിങ്ങളുടെ വെല്ലുവിളി, നമുക്ക് സ്ട്രെങ്ത് ഉണ്ട് കേട്ടോ. നമ്മുടെ ജീവിതത്തിൽ ബലമുള്ള ചില ഏറിയ ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ ബലഹീനമായ ഏറിയ ഉണ്ട്. നമ്മുടെ ബലഹീനമായ ഏറിയയെ എവിടെ കൊടുക്കണം? യേശുവിൻ്റെ കയ്യിൽ കൊടുക്കണം. അന്ന് ഞാനിത് പറയും, ഇനിയും സിഗരറ്റ് വലിച്ചാൽ എൻ്റെ കുഴപ്പമല്ല, നിൻ്റെ കുഴപ്പമാണെന്ന് പറഞ്ഞ് കർത്താവിൻ്റെ കയ്യിലോട്ട് ഞാൻ കൊടുത്തു. ഞാൻ ഒരു സ്റ്റെപ്പ് മുമ്പോട്ട്, ഒരു ചുവട്, ഞാൻ ഇന്നും ആ സ്റ്റെപ്പ് ഞാൻ മറക്കത്തില്ല. അതെൻ്റെ ജീവിതത്തിലെ പ്രൈസ് ഏറ്റവും വലിയ മുന്നേറ്റത്തിൻ്റെ സ്റ്റെപ്പായിരുന്നു. ഒരു സ്റ്റെപ്പ് ഞാൻ മുമ്പോട്ട് വെച്ചു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് തിരിഞ്ഞു നോക്കുമ്പം പിന്നെ ഉണ്ടല്ലോ, എനിക്ക് സിഗരറ്റ് വലിക്കാൻ എൻ്റെ ജീവിതത്തിൽ എനിക്ക് തോന്നിയിട്ടില്ല. പ്ലീസ് നോക്ക്, ആ സ്നാനത്തിൽ നിങ്ങൾ അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ടു എന്ന് പറയുമ്പം നമ്മുടെ പഴയ മനുഷ്യനെ നമ്മൾ പോലും അടക്കം ചെയ്യുകയാണ്. ക്രിസ്തു എന്ന പുതു മനുഷ്യനാണ്. പിന്നെ ആ സ്നാനത്തിൽ ആ വെള്ളത്തിൻ്റെ അകത്തുനിന്ന് പുറത്തു വരുമ്പോൾ നമ്മൾ ക്രിസ്തു എന്ന പുതിയ മനുഷ്യനെ ധരിച്ചാണ് പുറത്തു വരുന്നത്. അപ്പോൾ ക്രിസ്തുവിനെ ധരിച്ച ഒരു വ്യക്തി പുറത്തു വരുമ്പോൾ ക്രിസ്തുവിൻ്റെ ആട്രിബ്യൂട്ട്സ് എല്ലാം, ക്രിസ്തുവിൻ്റെ സ്വഭാവമെല്ലാം ആ വ്യക്തിയിൽ വാഴാൻ തുടങ്ങും. പ്ലീസ്, അതാണ് ദൈവം പറഞ്ഞത്, പഴയത് കഴിഞ്ഞു പോയി, ഇതാ അത് പുതിയതായിരിക്കുന്നു. ഹി ഹാസ് മെയ്ഡ് us ന്യൂ. എന്നെ പുതിയ, നോക്ക്, ഒരുവൻ ക്രിസ്തുവിലായാൽ ഒരു ട്രാൻസ്ലേഷനിൽ ഇങ്ങനെയാ പറയുന്നത്, ഹീസ് എ ന്യൂ ക്രീച്ചർ. അവനൊരു പുതിയ സൃഷ്ടിയാണ്, ഒരു പുതിയ സ്പീഷീസാണ്, ഒരു പുതിയ ക്രീച്ചറാണ്. പഴയത്, ദ ഓൾഡ് ഇല്ല അവിടെ, ഓൾഡ് ഇസ് ഗോൺ ആൻഡ് ദ ന്യൂ ഹാസ് കം. നോക്ക്, എത്ര മൈറ്റി ആണല്ലേ. അപ്പോൾ ഇവിടെ ദൈവവചനം നമ്മളെ വ്യക്തമായിട്ട് ഓർപ്പിക്കുകയാണ്, ആ പഴയ നേച്ചർ എന്ത് ചെയ്യണം? അത് മുഴുവൻ വിട്ടുകളയണം, അത് മുഴുവൻ കുഴിച്ചിടണം. എന്നിട്ട് അതിൻ്റെ 10 മുതൽ 14 വരെയുള്ള വാക്യത്തിൽ അവിടെ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ പ്രബോധിപ്പിക്കുന്ന ഒരു കാര്യം, പുട്ട് ദ ന്യൂ സെൽഫ്. എന്നിട്ട് ക്രിസ്തു എന്ന പുതിയ മനുഷ്യൻ. അത് വായിക്കാം ഷീന, അതിൻ്റെ 10-ാം വാക്യം മുതൽ വായിച്ചേ. തന്നെ സൃഷ്ടിച്ചവന്റെ പ്രതിമ പ്രകാരം പരിജ്ഞാനത്തിനായി പുതുക്കം പ്രാപിക്കുന്ന പുതിയ മനുഷ്യനെ ധരിച്ചിരിക്കുന്നു. നിങ്ങൾ ക്രിസ്തുവിനെ ധരിച്ചപ്പോൾ എന്ത് ചെയ്തു? പുതിയ മനുഷ്യനെ നിങ്ങൾ ധരിച്ചുവല്ലോ. അതിൽ യവനനും യഹൂദനും എന്നില്ല, പരിച്ഛേദനയും അഗ്രചർമ്മവും എന്നില്ല, ബർബരൻ, ശകൻ, ദാസൻ, സ്വതന്ത്രൻ എന്നുമില്ല, ക്രിസ്തു അത്ര എല്ലാവരിലും എല്ലാം ആകുന്നു. അതുകൊണ്ട് ദൈവത്തിന്റെ വൃദ്ധന്മാരും വിശുദ്ധന്മാരും പ്രിയരുമായി മനസ്സലിവ്, ദയ, താഴ്മ, സൗമ്യത, ദീർഘക്ഷമ എന്നിവ ധരിച്ചുകൊണ്ട് അന്യോന്യം പൊറുക്കുകയും ഒരുവനോട് ഒരുവന് വഴക്കുണ്ടായാൽ തമ്മിൽ ക്ഷമിക്കുകയും ചെയ്യും. തമ്മിൽ പൊറുക്കുകയും, ദൈവവചനം പറയുകയാണ്, തമ്മിൽ ക്രിസ്തുവിന്റെ നേച്ചർ, ക്രിസ്തു അല്ലേ ക്ഷമിക്കുക അല്ലേ. പ്രൈസ്, ആ കാൽവറി ക്രൂശിൽ പോലും തന്നെ എനിക്ക് ഞാൻ പലപ്പോഴും പറയുന്ന ഒരു കാര്യം ആവർത്തിച്ച് പറയുക, ഈ നമുക്കൊരു വ്യക്തിയോട് ഞാൻ പറയല്ലേ, എനിക്കൊരു കൂളിംഗ് ടൈമുണ്ട്. ചില വിഷമമൊക്കെ ആരെങ്കിലും വരുത്തി കഴിഞ്ഞാൽ അവരോട് ക്ഷമിക്കുന്ന എനിക്ക് എപ്പോഴും ഒരു കൂളിംഗ് ടൈമാണ്. ഒരു സമയം, കുറച്ച് സമയമൊക്കെ എടുക്കും. ദൈവവചന ഇടപെടും, പരിശുദ്ധാത്മാവ് അതിന് കൃപ തരും, അങ്ങനെ ഒരു കൂളിംഗ് ടൈമുണ്ട്. പക്ഷെ വെൻ ജീസസ് വാസ് ഗോയിങ് ത്രൂ ദ പെയിൻ, ആ വേദനയിലൂടെ തന്നെ നിന്ദിക്കുകയും തന്നെ പരിഹസിക്കുകയും തൻ്റെ വസ്ത്രം പറിച്ചെടുക്കുകയും തന്നെ വേദനിപ്പിക്കുകയും എല്ലാം ചെയ്യുമ്പം ആ വേദനയിൽ നിന്നുകൊണ്ട് കർത്താവ് അന്നേരം പറയുകയാണ്, അവരോട് ക്ഷമിച്ചു. കർത്താവ് പിതാവേ, ഇവരോട് എന്ത് ചെയ്യണം? ക്ഷമിക്കണം. നോക്കുക, അതാണ്
അതാണ് ദാറ്റ്സ് ദ നേച്ചർ ഓഫ് ക്രൈസ്റ്റ്. അതാണ് വാസ്തവത്തിൽ ക്രിസ്തുവിൻ്റെ എല്ലാവരോടും ദൈവവചനം പറയുകയാണ്, കർത്താവിനെ ആ സ്വഭാവം, പുട്ട് ദ ന്യൂ സെൽഫ് ഓഫ് ക്രൈസ്റ്റ്, ആ കർത്താവിൻ്റെ ആ സ്വഭാവം നമ്മൾ ധരിച്ചിരിക്കുന്ന വ്യക്തി ആയതുകൊണ്ട് ആ സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ എന്ത് ചെയ്യണം, അത് വെളിപ്പെട്ട് കാണണമെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ഓർപ്പിക്കുകയാണ്. മൂന്നാമതൊരു കാര്യം, അതിൻ്റെ 15-ാം വാക്യം പറയുമ്പോൾ, അതിൻ്റെ 15-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ അതാണ് നമ്മുടെ കുറിവാക്യം, ക്രിസ്തുവിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ. ലെറ്റ് ദ ക്രൈസ്റ്റ് റൂൾ ഇൻ യുവർ ഹാർട്ട്. അല്ലെ, ക്രിസ്തു നമ്മുടെ ഉള്ളിൽ വാഴട്ടെ. കർത്താവ് നമ്മുടെ ഉള്ളിൽ വാഴാൻ തുടങ്ങിയാൽ കർത്താവിൻ്റെ സ്വഭാവങ്ങൾ നമ്മളിലൂടെ പ്രതിഫലിക്കാൻ തുടങ്ങും. നോക്ക്, ചിലർ നമ്മൾ പറയാം, ശരിക്കും നമ്മൾ ചിലരോടൊക്കെ നോക്കി പറഞ്ഞിട്ടുണ്ടോ, ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, ശരിക്കും കർത്താവ് ഇവരുടെ ഉള്ളിലുണ്ട്, അങ്ങനെ തോന്നുമല്ലേ? ചില കാര്യങ്ങളിലൊക്കെ ചില വ്യക്തികൾ ഇടപെടുമ്പം നമുക്ക് തന്നെ തോന്നിയിട്ടുണ്ട്, ശരിക്കും ഇവരുടെ ഉള്ളിൽ കർത്താവുണ്ട്. ആ ഭാവം പൗലോസ് അപ്പോസ്തലൻ പറയുന്ന പോലെ ക്രിസ്തു യേശുവിലുള്ള അതേ ഭാവം നിങ്ങളിലും ഉണ്ടായിരിക്കണം. ഫിലിപ്പി ലേഖനത്തിൽ പറയാം, ക്രിസ്തുവിലുള്ള അതേ ഭാവം. ലെറ്റ് ക്രൈസ്റ്റ് ഡ്വെൽ ഇൻ യു. ഇതിന്റെ 16-ാം വാക്യം വായിക്കുമ്പോൾ പറയാണ്, കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ പഠിപ്പിച്ചും ബുദ്ധി ഉപദേശിച്ചും നന്ദിയോടെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ ദൈവത്തിന് പാടിയും ഇങ്ങനെ ക്രിസ്തുവിന്റെ വചനം ഐശ്വര്യമായി ക്രിസ്തുവിന്റെ വചനം ഐശ്വര്യമായി സകല ജ്ഞാനത്തോടും നിങ്ങളുടെ ഉള്ളിൽ വസിക്കട്ടെ. ആ ക്രിസ്തുവിന്റെ ജ്ഞാനം ഏറ്റവും ഐശ്വര്യമായിട്ട് നിങ്ങളുടെ ഉള്ളിൽ വസിച്ചാൽ നിങ്ങൾക്ക് ഒന്നിനും കുറവില്ല. 3-4 കാര്യങ്ങളാണ് നമ്മൾ ചിന്തിച്ചത്. 1, പഴയതിനെ മുഴുവൻ വിട്ടുകളയണം. 2, ആ ക്രിസ്തുവിൻ്റെ ഭാവം നമ്മളിൽ എന്ത് ചെയ്യണം, ഉളവാകണം. ഈ പുതിയ മനുഷ്യനെ എന്ത് ചെയ്യണം, ധരിക്കണം. 3, ക്രിസ്തു നമ്മുടെ ഹൃദയങ്ങളിൽ വാഴണം. 4, ക്രിസ്തുവിൻ്റെ വചനം ഇറ്റ് ഷുഡ് ഡ്വെൽ റിച്ച്ലി ഇൻ യുവർ ഹാർട്ട്. നിങ്ങളുടെ ഹൃദയത്തിൻ്റെ അകത്ത് അതിൻ്റെ സകല സമ്പൂർണതയോടെ, അതിൻ്റെ പൂർണ്ണ നിറവിനോടെ, അതിൻ്റെ മുഴുവൻ റിച്ച്നെസ്സോടെ, അതിൻ്റെ മുഴുവൻ സമൃദ്ധിയോടെ ആ ക്രിസ്തുവിൻ്റെ വചനം എൻ്റെ ഉള്ളിൽ വാഴും. അങ്ങനെ ഉണ്ടെങ്കിൽ ഞാനൊരു കാര്യം പറയാം, ഒന്നിനും കുറവ് വരത്തില്ല. ദൈവത്തിൻ്റെ ആത്മാവ് ഓർപ്പിക്കുകയാണ്, ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് അന്വേഷിക്കുക. ഉയരത്തിൽ നിന്ന് ഇതാ തരാനുള്ളത്. വീടും കാറും കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസവും നമ്മുടെ ആവശ്യങ്ങളും അതെല്ലാം ചേർക്കപ്പെടുന്ന ഈ ഗോഡ് വിൽ ആഡ്. ഇഫ് യു ആർ എ ചൈൽഡ് ഓഫ് ഗോഡ്, ഞാൻ ദൈവമക്കളോട് പറയാം, ഒന്നിനും നിങ്ങളുടെ ജീവിതത്തിൽ കുറവ് വരുന്നില്ല. നിങ്ങൾ തകർന്നു കിടക്കുന്നത് കണ്ടാൽ പിന്നെ കർത്താവിന് എന്നാ പേരല്ലേ, കർത്താവിന് എന്നാ ഗ്ലോറി ഉള്ളത്, എന്നാ മഹത്വമാണ് ദൈവത്തിനുള്ളത്. ദൈവമക്കൾ ഒരിക്കലും താഴാൻ കർത്താവ് സമ്മതിക്കത്തില്ല. അതുകൊണ്ട് ഉറപ്പോടെ ഉയരത്തിലുള്ളത് അന്വേഷിച്ച് ഒന്നുകൂടെ നോക്ക്. ഗോഡ് ഈസ് എക്സ്പെക്ടിങ് ദാറ്റ് ഫ്രം മീ. എൻ്റെ ഉള്ളിൽ നിന്ന് കർത്താവ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് അതാണ്. ദൈവരാജ്യം നോക്ക്, വിശ്വസ്തത, ട്രൂത്ത്ഫുൾനെസ്, മറ്റുള്ളവരോട് ക്ഷമിക്കുന്ന ഹൃദയം നോക്ക്. മുമ്പേ എൻ്റെ രാജ്യം സീക്ക് ചെയ്യുന്നത് അതും കർത്താവ് എന്നിൽ നിന്ന് അതെല്ലാം എക്സ്പെക്റ്റ് ചെയ്യുകയാണ്. നോക്ക്, ഞാൻ ക്രിസ്തുവിൻ്റെ സാക്ഷിയാണോ? ഞാൻ മറ്റുള്ളവരുടെ മുമ്പിൽ യേശുവിൻ്റെ നാമത്തെ ചെറുതാക്കുന്ന വ്യക്തിയാണോ? യേശുവിൻ്റെ നാമത്തെ ഉയർത്തുന്ന വ്യക്തിയാണോ? ഇതൊക്കെയാണ് ദൈവരാജ്യം എന്നിൽ നിന്നും നിങ്ങളിൽ നിന്നും എക്സ്പെക്റ്റ് ചെയ്യുന്നത്. നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് നമുക്ക് ദൈവരാജ്യത്തിന് കൊടുക്കാൻ പറ്റുമെങ്കിൽ ഒന്നിനും കുറവ് വരത്തില്ല. ജീവിതത്തിൽ ഒന്നിനും ഗോഡ് വിൽ ആഡ് എവരിതിങ്. സോ വി ആർ ഗോയിങ് ടു പ്രേ. ഇന്ന് കേട്ട വചനത്തിൻ്റെ മുമ്പിൽ നമ്മളെ തന്നെ ഒന്ന് സമർപ്പിച്ച് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്. ദൈവവചനം നമ്മളെ ഓർപ്പിക്കുകയാണ്, ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് അന്വേഷിച്ച്. ഉയരത്തിൽ ഇതൊക്കെയാണ്. ഉയരത്തിൽ ആരോടും പിണക്കയില്ല, വിരോധമില്ല, കൃപ മാത്രമേ ഉള്ളൂ. ആ ഉയരത്തിലുള്ളത് ഒന്ന് അന്വേഷിച്ച് അതിനായിട്ട് കർത്താവിനോട് പറഞ്ഞ് പ്രാർത്ഥിച്ച് എനിക്ക് ഐ നീഡ് ഗ്രേസ്, എനിക്ക് അതിനുള്ള കൃപ കർത്താവ് തരണം എന്നൊന്ന് ഒരു വാക്ക് ഒന്ന് കർത്താവിനോട് പറഞ്ഞാൽ ഹി വിൽ ഗീവ് യു എവരിതിങ്. നിങ്ങളുടെ ബലഹീനതകളിൽ അവൻ്റെ ശക്തി തികഞ്ഞു. ആരാ വീക്കല്ലാത്തവർ? ഒത്തിരി ബലഹീനരായിട്ടുള്ള ഒത്തിരി പേര് ഈ ലോകത്തിൽ ഉണ്ട്. പല കാര്യങ്ങളും നമുക്ക് സ്ട്രെങ്ത് ഉള്ള ഏരിയ ഉണ്ട്, നമ്മൾ വീക്കായിട്ടുള്ള രണ്ടും നമ്മുടെ ജീവിതത്തിൽ. ഒരു മനുഷ്യനാണോ എല്ലാം, ഇത് രണ്ടും ഉണ്ട്. 2 ഏരിയയും നമ്മുടെ ജീവിതത്തിലുണ്ട്. നമ്മുടെ ബലഹീനമായ വശങ്ങളെല്ലാം ആ കർത്താവിൻ്റെ കരങ്ങളിലൊന്ന് കൊടുത്ത് ഹി വിൽ ഗിവ് യു സ്ട്രെങ്ത്, ഹി വിൽ ഗിവ് യു പവർ, ഹി വിൽ ഗിവ് യു ഗ്രേസ്
ഇതെല്ലാം എൻ്റെ കർത്താവ് തരും. എന്തിനു വേണ്ടിയാണ്? ടു ഓവർകം അവർ വീക്ക്നെസ്. നമ്മുടെ ബലഹീനതകളിൽ നോക്ക്, അവൻ്റെ ശക്തി തികഞ്ഞു വരും. നമ്മുടെ ബലഹീനതയിൽ അവൻ ബലം എനിക്ക് തരും. പ്രൈസ് അങ്ങോട്ട് ലെറ്റ് us plug into ജീസസ്. ആ കർത്താവിൽ നിന്ന് പോൾ പറഞ്ഞതുപോലെ നോക്ക്, അവനിൽ നിന്ന് ഞാൻ പ്രാപിക്കുകയാണ്, അവനിൽ നിന്ന് ഞാൻ ആത്മീയവർദ്ധന, ക്രിസ്തുവിൻ്റെ സ്വഭാവം അതെല്ലാം എന്നിൽ വാഴട്ടെ. അങ്ങനെയാണെങ്കിൽ ഇന്ന് അതിനായിട്ടൊന്ന് പ്രാർത്ഥിച്ച് നോക്കിയേ, ബാക്കിയെല്ലാം ചേർന്ന് വരിക തന്നെ ചെയ്യും. യേശുവേ സ്തോത്രം. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഇന്ന് കേട്ടതുപോലെ കർത്താവെ, ആ ക്രിസ്തുവിൻ്റെ സമാധാനം ഞങ്ങളുടെ ഹൃദയത്തിൽ വസിക്കുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവ് ഞങ്ങളെ സഹായിക്കണമേ. എല്ലാ രോഗബന്ധനങ്ങളും ഇപ്പോൾ തന്നെ അറിയട്ടെ. ഇപ്പോൾ തന്നെ രോഗികൾ സൗഖ്യമാട്ടെ. വിടുതലില്ലാതെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളുടെ മേൽ എൻ്റെ കർത്താവിൻ്റെ മഹത്വം ഇറങ്ങട്ടെ. അത്ഭുത വിടുതലുകളും സൗഖ്യങ്ങളും നടക്കട്ടെ. അവരുടെ ഹൃദയത്തിൽ വലിയ സമാധാനത്തെ കൊടുക്കണമേ, മാനസാന്തരത്തെ കൊടുക്കണമേ. ആ കർത്താവിനോട് ചേരുവാൻ, ആ സ്നാനമേൽക്കുവാൻ തക്കവണ്ണം ഏൽപ്പിച്ചു കൊടുക്കട്ടെ. പലരും പല പ്രാവശ്യം ഏൽപ്പിച്ചു കൊടുത്തവരുണ്ട്. പക്ഷേ ഈ പ്രാവശ്യം 2026 ഈ മെയ് മാസത്തിൽ തന്നെ സ്നാനപ്പെടുവാൻ തക്കവണ്ണം ഹൃദയങ്ങളോട് ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. എല്ലാ നന്മകളാലും നിറയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ആ കേട്ട വചനത്തിന്റെ മുമ്പിൽ ഞങ്ങളെ തന്നെ സമർപ്പിക്കുകയാണ്. കർത്താവെ, ഉയരത്തിലുള്ളത് അന്വേഷിക്കുക. എവിടെയെങ്കിലും ആരോടെങ്കിലും വിരോധമോ ബുദ്ധിമുട്ടോ പിണക്കോ ഒക്കെ ഇടർച്ചകളോ ഒക്കെ എന്തെങ്കിലും വന്നു പോയിട്ടുണ്ടെങ്കിൽ കർത്താവെ, അതെല്ലാം വിട്ടുകളയാൻ, എല്ലാവരോടും സമാധാനം ആചരിക്കാൻ, മറ്റുള്ളവരോട് ക്ഷമിക്കാൻ, ഈ ലോകത്തെ താഴ്ത്തുന്ന കാര്യങ്ങളിലെല്ലാം വിട്ടുകളഞ്ഞ് കർത്താവിൻ്റെ മുഖത്തേക്ക് മാത്രം നോക്കി ഓടാൻ കർത്താവ് ഞങ്ങൾക്ക് കൃപ തരുന്നതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ കേട്ടുകൊണ്ടിരിക്കുന്ന മുഴുവൻ പേരെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. മുഴുവൻ വീടുകളെയും അനുഗ്രഹിക്കുകയാണ്. കുടുംബജീവിതങ്ങളെ അനുഗ്രഹിക്കുന്നു. അവരുടെ സമ്പത്തിനെ അനുഗ്രഹിക്കുന്നു. അവരുടെ ആരോഗ്യത്തെ അനുഗ്രഹിക്കുന്നു. ക്രിസ്തുവിൻ്റെ എല്ലാ നിറവും നിന്റെ മക്കളുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. അഭിഷേകത്തിലും ശക്തിയിലും കർത്താവിനെ നിറയ്ക്കുന്നതിനായി സ്തോത്രം. അത്ഭുതമാക്കി തീർക്കണമേ. വീടുകളെ അനുഗ്രഹിക്കുന്നു. താങ്ക് യു മൈ ഫാദർ. ക്രിസ്തുവിൻ്റെ നിറവ് ഉണ്ടാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുമ്പോൾ എല്ലാ നിറവിനോളം ക്രിസ്തു യേശുവിൽ തന്നെ മക്കൾ നിറഞ്ഞു വരേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. അഭിഷേകത്തിലും ശക്തിയിലും നിറയട്ടെ. ദൈവകൃപയിൽ നിറയട്ടെ അപ്പ. കർത്താവിനെ അനേകരുടെ മുമ്പിൽ കർത്താവിൻ്റെ സാക്ഷ്യമായി നിൽക്കുന്നവരായി കർത്താവിനെ കാണിച്ചു. ഇവരെ കാണുന്നവർ കർത്താവിനെ കാണണം. ഇവരുമായിട്ട് ഇടപെടുന്നവർ, ഇവരുടെ ഉള്ളിൽ ദൈവസ്നേഹം വസിക്കുന്നുവെന്ന് മറ്റുള്ളവർ പറയാൻ. പലപ്പോഴും ഞങ്ങൾ പറയുന്നതല്ല ടെസ്റ്റിമണി, മറ്റുള്ളവർ ഞങ്ങളെക്കുറിച്ച് പറയുന്നതാണ് റിയൽ ടെസ്റ്റിമണി. യേശു ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്. ഫിലിപ്പിന്റെ കൈസേറിയയിൽ ഇരിക്കുമ്പോൾ കർത്താവ് ചോദിക്കുകയാണ്, മനുഷ്യപുത്രനെ കുറിച്ച് ഇവർ എന്ത് പറയുന്നു, നിങ്ങൾ എന്ത് പറയുന്നു, മറ്റുള്ളവരുടെ വായിൽ നിന്ന് എന്ത്? അതാണ് വാസ്തവത്തിൽ റിയൽ ടെസ്റ്റിമണി. യേശുവിന്റെ നാമത്തിൽ കർത്താവെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കൃപ കൊടുക്കുന്നതിനായി സ്തോത്രം. പ്രാർത്ഥന കേട്ടതോർത്ത് നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് ധാരാളം ധാരാളം അനുഗ്രഹിക്കട്ടെ. ആ ക്രിസ്തുവിന്റെ ആ ജീവൻ ധാരാളമായി, ആ ദൈവവചനം അതിന്റെ പൂർണ്ണ മഹത്വത്തോടെയും പൂർണ്ണ ശക്തിയോടെയും നിങ്ങളുടെ ഹൃദയങ്ങളിൽ മുഴുവൻ വസിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ഒന്നിനും ജീവിതത്തിൽ കുറവ് വരത്തില്ല. നോക്ക്, ഇഫ് ദ വേർഡ് ഓഫ് ഗോഡ് ഈസ് ട്രൂലി ഡ്വെല്ലിംഗ് ഇൻ യുവർ ലൈഫ്, നിങ്ങളുടെ ജീവിതത്തിൽ അത് വാണുകൊണ്ടിരുന്നാൽ ആ ദൈവവചനം നിങ്ങൾ ഫേസ് ചെയ്യേണ്ട സകലത്തെയും ഓവർകം ചെയ്തു. നിങ്ങൾ പോലും അറിയാതെ വലിയൊരു ഓവർകമ്മിങ് നിങ്ങളുടെ ജീവിതത്തിൽ നടക്കാനിടയാവും. സോ ഗോഡ് ബ്ലെസ് യു. ഹാവ് എ വണ്ടർഫുൾ ഡേ. അപ്പോൾ തന്നെ ദിസ് ഇസ് എ വീക്കെൻഡ്, ഒരു വീക്കെൻഡും കൂടിയാണ്. സോ ഈ വീക്കെൻഡിൽ നോക്ക്, നാളെ ആരാധനയൊന്നും ഉപേക്ഷിക്കരുത്, സഭായോഗങ്ങളൊന്നും ഉപേക്ഷിക്കരുത്. മീറ്റിങ്ങിൽ കടന്നു വരണം. കം വിത്ത് ഗ്രേറ്റ് എക്സ്പെക്റ്റൻസി, വലിയ പ്രതീക്ഷയോടെ വേണം തരാൻ. നോക്ക്, കർത്താവിൻ്റെ കരം ഞാൻ വിശ്വസിക്കുന്ന സഭായോഗങ്ങളിലൊക്കെ ഇറങ്ങുന്ന ഒരു അഭിഷേകം, ഇറങ്ങുന്ന ഒരു ദൈവമഹത്വം, അത് റിസീവ് ചെയ്യാൻ തക്കോണം. കം വിത്ത് എ റിസീവിങ് ഹാർട്ട്. നോക്ക്, ആ റിസീവ് ചെയ്ത് മറ്റുള്ളവർക്ക് കൊടുക്കാൻ. അതിന് നിങ്ങൾക്ക് ഓരോരുത്തർക്കും കൃപ തരട്ടെ. സഭായോഗങ്ങളെ ആരും ഉപേക്ഷിക്കരുത്. സോ നാളെ കോഴഞ്ചേരിയിൽ ഓർപ്പിക്കുക, കോഴഞ്ചേരിയിൽ നാളെ രാവിലെ ഒരു സഭായോഗമേ ഉണ്ടായിരിക്കത്തുള്ളൂ. രാവിലെ 6:00-ക്കാണ്. അതിഭയങ്കരമായി ചൂട് കൂടിയിരിക്കുന്നതുകൊണ്ട് കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് നമ്മൾ ഒരു സഭായോഗത്തിലാണ്. എന്നാൽ പ്രാർത്ഥിച്ചു, ഭയങ്കരമായ മഴ പെയ്തു, ചൂട് കുറഞ്ഞു. അതിനെല്ലാം ആയിട്ട് ദൈവത്തിന് മഹത്വം. ഒരു സഭായോഗമേ ഉണ്ടായിരിക്കുള്ളൂ എന്ന്
കർത്താവിൽ ഓർമ്മ വേഗത്തിൽ നമ്മുടെ ഓഡിറ്റോറിയം AC ഓഡിറ്റോറിയം ആകാൻ പോവുക. സോ അതിനായിട്ട് പ്രാർത്ഥിക്കണം. പ്രൈസ് ലോ. ഐ നീഡ് യുവർ പ്രെയർ. പ്രൈസ് ലോ. അതിന് ഉള്ള കാര്യങ്ങളെല്ലാം ഒരുങ്ങേണ്ടതിനായി പ്രാർത്ഥിക്കണം. സോ അതായി കഴിഞ്ഞാൽ നമുക്ക് മൾട്ടിപ്പിൾ സഭായോഗങ്ങൾ എത്ര എണ്ണം വേണമെങ്കിലും നമുക്ക് നടത്താൻ കർത്താവ് കൃപ തരും. സോ ഗോഡ് ബ്ലെസ് യു. ഹാവ് എ വണ്ടർഫുൾ ഡേ. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് നിങ്ങളുടെ വീട്ടിലോട്ട് കർത്താവിൻ്റെ സ്നേഹവും കർത്താവിൻ്റെ സമാധാനവും ഞങ്ങൾ പറഞ്ഞയക്കുന്നു. ആൻഡ് ലെറ്റ് us enjoy that power. Let us enjoy that love of God. God bless you. God bless you.